എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS +2 വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഒക്ടോബറിലേക്കുള്ള 2022 ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അതിനുവേണ്ടി 2022 ഏപ്രിൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള വർക്കൗട്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 4 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ ചോയ്സ് ഉൾപ്പെടെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ചോയ്സ് ഒരെണ്ണം കൂടി ഉണ്ടാവും. അങ്ങനെ 14 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾ 7 ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പോൾ 14 ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് വരും. അതിൽ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോ അതായിരുന്നു. ഇന്നും അതുപോലെ തന്നെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളോടായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ വീഡിയോസ് കാരണം ഉപയോഗപ്രദമാകുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്കാണോ ക്ലാസ് ആവശ്യം അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോ കാണുന്നതും പ്രയോജനപ്പെടുത്തേണ്ടതും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു പോകുന്നവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയിക്കുക. വെറുതെ വീഡിയോ കണ്ടു പോകുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കും, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല എന്നേ എനിക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് NIOS പ്രധാനമായിട്ട് ഞാൻ NIOS ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ എൻ്റെ ചാനലിലൂടെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് ദ സിഖ്സ് ഇൻ പഞ്ചാബ് ബിറ്റ്വീൻ 1720s ആൻഡ് 1745. 1720 1745 ആ കാലഘട്ടത്തിന് ഇടയിലുള്ള സിഖുകാരുടെ ഉദയം, പഞ്ചാബിൽ സിഖുകാരുടെ വരവിനെ കുറിച്ച് അല്ലെങ്കിൽ സിഖുകാരുടെ ഉദയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് എഴുതാനായിട്ടുള്ളതാണ്. ചാപ്റ്റർ 15 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒരു അതിശയിപ്പിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന ഇപ്പം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ തൊട്ടടുത്ത് പറയാൻ പോകുന്ന ക്വസ്റ്റ്യനും ഇതെല്ലാം എന്ത് തന്നെയാണെന്നറിയാമോ? 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ വിവിധ ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഈ 2 ക്വസ്റ്റ്യനും ഒരേ ചാപ്റ്ററിൽ നിന്ന്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയാൻ പോകുന്ന 3ഉം 4ഉം അത് 2ഉം ചാപ്റ്റർ 19 നിന്ന്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കിട്ടാവുന്നിടത്തോളം എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയായിരിക്കും ഇനി ഏറ്റവും നല്ലത്. കാരണം അത്രയ്ക്ക് നമുക്കിനി സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം കിട്ടാവുന്നിടത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ സെലക്ട് ചെയ്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുമോ എല്ലാം നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. സിഖ് വിശ്വാസത്തിൻ്റെ ചരിത്രം പഞ്ചാബിൻ്റെ ചരിത്രമായും, അതായത് നമുക്കറിയാം സിഖ് വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ വേറെ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ചരിത്രം എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ ചരിത്രവുമായിട്ട് 17ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായുമൊക്കെ അടുത്ത് ബന്ധമുള്ളതാണ്. 16ാം നൂറ്റാണ്ടിൽ 10 സിഖ് ഗുരുക്കന്മാരിൽ ആദ്യത്തെ ആളായ ഗുരു നാനാക്ക് സിഖ് വിശ്വാസം സ്ഥാപിക്കുകയുണ്ടായി. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ ഭരണം മുതൽ സിഖ് മതം മുഗൾ നിയമങ്ങളുമായി വൈരുദ്ധ്യത്തിൽ ഏർപ്പെടുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുഗളന്മാരുടെ ആജ്ഞകൾ അനുസരിക്കാൻ വിസമ്മതിച്ച നിരവധി പ്രമുഖ സിഖുകാരെ ഇവർ കൊന്നൊടുക്കുകയുണ്ടായി. മുഗൾ അവകാശവാദങ്ങൾക്ക് എതിരായി സിഖ് ചെറുത്തുനിൽപ്പിന് ഒരു അവസാനം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നില്ല. 1720കളിലും 30കളിലും ഒക്കെ അമൃതസർ എന്ന് പറയുന്ന സ്ഥലത്ത് സിഖ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി അമൃതസർ ഉയർന്നു വരികയുണ്ടായി.
ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നമുക്കറിയാം അമൃതസർ പ്രസിദ്ധവുമാണ് അല്ലേ. അങ്ങനെ അക്കാലത്തെ സിഖ് നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിരുന്ന കപൂർ സിംഗ് പ്രവിശ്യയിലെ മുഗൾ ഗവർണർമാരുമായുള്ള ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ കം സൈനിക സംവിധാനം ക്രമേണ ഏകീകരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. തുടർന്നും 1745 വരെയും ഒരുപാട് അനുരഞ്ജന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരുടെ ഉദയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിഖ് മതത്തിൻ്റെ ചരിത്രം, ആ വിശ്വാസം അത് ആരംഭിച്ച കാലം മുതൽ പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് സിഖ് മതം. പിന്നെ ഈ മുഗളന്മാരുടെ ആക്രമണം, പിന്നീട് ഇവരുടെ 10ഓളം സിഖ് നേതാക്കന്മാരെ കൊല്ലുന്നതും പിൻതലമുറക്കാരെയൊക്കെ കൊല്ലുന്ന അങ്ങനെ നമ്മൾ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് 4 മാർക്കിനാവുമ്പോൾ എന്താണെന്ന് അതിൻ്റെ പ്രധാന പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സിഖ് വിശ്വാസത്തിൻ്റെ ചരിത്രം പഞ്ചാബിൻ്റെ ചരിത്രവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ഒരുപാട് ബന്ധമുള്ളതാണ് ഈ സിഖുകാരുടെ ഉദയം എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ 10 സിഖ് ഗുരുക്കന്മാരിൽ ആദ്യത്തെ ആളായ ഗുരുനാനാക്കാണ് ഈ വിശ്വാസം അവിടെ സ്ഥാപിക്കുന്നത്. മുഗൾ ചക്രവർത്തിമാരുമായി ഇവർ നിരന്തരം പ്രശ്നങ്ങളിലായിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ആജ്ഞകൾ അനുസരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യേണ്ടായി, മുഗൾ രാജാക്കന്മാർ ഇവരുടെ ഒരുപാട് നേതാക്കന്മാരെ കൊന്നൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന 1720-30 കാലഘട്ടങ്ങളിലൊക്കെ അമൃതസർ എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം സിഖ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തന്നെ ഉയർന്നു വന്നു. ഒരു തീർത്ഥാടക കേന്ദ്രം എന്ന നിലയിൽ അത് ഇന്നും പ്രസിദ്ധവുമാണ്. ആ കാലത്തെ സിഖ് നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിരുന്ന കപൂർ സിംഗ് പ്രവിശ്യയിലെ മുഗൾ ഗവർണർമാരുമായുള്ള ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ കം സൈനിക സംവിധാനം ക്രമേണ ഏകീകരിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു. തുടർന്ന് 1745 വരെയും നിരവധി അനുരഞ്ജന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരുടെ ഉദയത്തെക്കുറിച്ച്, റൈസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതിയാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ടിപ്പു സുൽത്താൻ. അതും ചാപ്റ്റർ 15 ക്വസ്റ്റ്യൻ ആണ്. ടിപ്പു സുൽത്താൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ ടിപ്പു സുൽത്താൻ ആരാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും എഴുതണം. മൈസൂർ രാജ്യത്തിൻ്റെ ഭരണാധികാരിയും മൈസൂറിലെ സുൽത്താൻ ഹൈദരാലിയുടെ മൂത്ത മകനുമായിരുന്നു ടിപ്പു സുൽത്താൻ. നമ്മളിത് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ടിപ്പു സുൽത്താൻ്റെ ഒരുപാട് ധീര കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൈസൂർ രാജ്യത്തിൻ്റെ ഭരണാധികാരിയും മൈസൂറിലെ സുൽത്താനായ ഹൈദരാലിയുടെ മൂത്ത മകനുമായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരോട് പോരാടിയ ധീരനായ സൈനിക തന്ത്രജ്ഞനായിട്ടാണ് ചരിത്രം ടിപ്പു സുൽത്താനെ വിലയിരുത്തുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒരുപാടുണ്ട്. അതിൽ ഒരു 3-4 പോയിൻ്റ് അല്ലെങ്കിൽ 5 പോയിൻറ്റ്സ് എങ്കിലും കുറച്ച് മാത്രം നിങ്ങൾ എഴുതിയാലും മതിയാകും. ഇദ്ദേഹം 17ാമത്തെ വയസ്സിൽ 1-ാം ആംഗ്ലോ മൈസൂർ യുദ്ധവും തുടർന്ന് മറാത്തക്കാർക്കെതിരെ, അതുപോലെ 2-ാം ആംഗ്ലോ മൈസൂർ യുദ്ധം, ഇതിലെല്ലാം പോരാടിയ വ്യക്തിയായിരുന്നു ആര്? ടിപ്പു സുൽത്താൻ. മനസ്സിലായല്ലോ. അതുപോലെ 1767-99 കാലഘട്ടത്തിൽ അദ്ദേഹം കമ്പനി സേനയുമായി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേനയുമായി 4 തവണ യുദ്ധം ചെയ്യുകയും 4-ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ പ്രതിരോധിച്ച് നിർത്തുകയോ ഒക്കെ ചെയ്ത ധീരനായിരുന്നു ടിപ്പു സുൽത്താൻ. 3-ാമതൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ യുദ്ധ റോക്കറ്റായി കണക്കാക്കപ്പെടുന്നതുൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടിപ്പു സുൽത്താൻ തൻ്റെ സൈന്യത്തെ യൂറോപ്യൻ ലൈനുകളിൽ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. ഇനി മറ്റൊരു പോയിന്റ്, വിശദമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഒരു റവന്യൂ സമ്പ്രദായം തൻ്റെ നടപ്പിലാക്കി. അദ്ദേഹം അതുപോലെ തന്നെ കൃഷി ആധുനികവൽക്കരിച്ചു, ജലസേചന സൗകര്യങ്ങൾ നടപ്പിലാക്കി, പഴയ അണക്കെട്ടുകൾ നന്നാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയുള്ള നിരവധി നേട്ടങ്ങൾ കൈവരിച്ച, അല്ലെങ്കിൽ ഒരുപാട് തൻ്റെ രാജ്യത്ത് അല്ലെങ്കിൽ താൻ ഭരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. കമ്പനിക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ധൈര്യത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു
ധീരനായ ഒരു സൈനിക തന്ത്രജ്ഞനായിട്ട് തന്നെയാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്, ടിപ്പു സുൽത്താനെ. അതുപോലെ തന്നെ ഫാക്ടറികൾ സ്ഥാപിക്കാൻ ഒരു സംസ്ഥാനതല വാണിജ്യ കോർപ്പറേഷനെ അദ്ദേഹം ചുമതലപ്പെടുത്തി. ഇതെല്ലാം ടിപ്പു സുൽത്താൻ്റെ നേട്ടങ്ങളിൽ വരുന്നവയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. മൈസൂർ രാജ്യത്തിൻ്റെ ഭരണാധികാരിയും അതുപോലെ മൈസൂരിലെ സുൽത്താൻ ഹൈദരാലിയുടെ മൂത്ത പുത്രനുമായിരുന്നു ടിപ്പു സുൽത്താൻ. ഒരു ധീരനായ സൈനിക തന്ത്രജ്ഞനായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. 17-ാം വയസ്സിൽ അദ്ദേഹം 1-ാം ആംഗ്ലോ മൈസൂർ യുദ്ധം, അതുപോലെ തന്നെ അതിനെ തുടർന്ന് മറാഠാക്കാർക്കെതിരെ പിന്നീട് 2-ാം ആംഗ്ലോ മൈസൂർ യുദ്ധം, ഇതിലൊക്കെ പോരാടുകയുണ്ടായി. 1767 1799 കാലഘട്ടത്തിൽ അദ്ദേഹം കമ്പനി സൈന്യവുമായി 4 തവണ യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് 4-ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ അദ്ദേഹം പ്രതിരോധിച്ച് നിർത്തുന്നത്. പിന്നെ തൻ്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണ സ്ഥലത്ത് അദ്ദേഹം ഒരുപാട് വിശദമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ റവന്യൂ സമ്പ്രദായം കൊണ്ടുവന്നു. കൃഷിയെ ആധുനികവൽക്കരിച്ചു. ജലസേചന സൗകര്യം, പഴയ അണക്കെട്ടുകൾ നന്നാക്കൽ, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഫാക്ടറികൾ സ്ഥാപിച്ച് ഒരു സംസ്ഥാന വാണിജ്യ കോർപ്പറേഷൻ ഉണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ചരിത്രത്തിൽ നേടിയ വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ ചരിത്രം നമ്മെ കാണിക്കുന്നത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു ധീരനായ വ്യക്തിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്നാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് മംഗൾ പാണ്ഡെ? എക്സ്പ്ലെയിൻ ഹിസ് റോൾ ഇൻ ദ ഇവൻറ്റ്സ് ഓഫ് 1857. മംഗൾ പാണ്ഡെ ആരായിരുന്നു? അതുപോലെ അദ്ദേഹത്തിൻ്റെ പങ്ക് 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു? ചാപ്റ്റർ 19 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ തൻ്റെ ജീവൻ നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലാണ് മംഗൾ പാണ്ഡെ ഇന്ത്യൻ ചരിത്രത്തിൽ പ്രസിദ്ധനായത്. നമുക്കറിയാം, അദ്ദേഹം വളരെ ധീരനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ 1857 1-ാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട കുറേ സമര സേനാനികളുടെ പേരിൽ ഒന്നാമത് നിൽക്കുന്നത് മംഗൾ പാണ്ഡെയുമാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് കൂടിയാണ്. 1857 ശിപ്പായി ലഹള, 1-ാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്നുകൂടി അറിയപ്പെടുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശിപ്പായി ലഹള 1857 ആ കലാപത്തിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മറ്റുള്ള നേതാക്കന്മാരെ പോലെ തന്നെ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു മംഗൾ പാണ്ഡെയും. 1857 മാർച്ച് 29 ഇനി അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1857 മാർച്ച് 29 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നേരെ അദ്ദേഹം നടത്തിയ ആക്രമണം ആണ് ഈ കലാപത്തിന് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്നത്. ബാരക്പൂരിലെ ബംഗാൾ കാലാൾപ്പടയിൽ സേവനമനുഷ്ഠിച്ച കാലത്ത്, മംഗൾ പാണ്ഡെ അവിടുത്തെ കാലാൾപ്പടയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ പുതിയ തരം ഒരു എൻഫീൽഡ് റൈഫിൾ സൈന്യത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ കൊണ്ടുവരികയുണ്ടായി. സൈനികർക്കിടയിലേക്ക് ഒരു പുതിയ എൻഫീൽഡ് റൈഫിൾ കൊണ്ടുവന്നു. ഈ റൈഫിളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇത്? നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഇത് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഈ റൈഫിളിന് ഗ്രീസ് പുരട്ടിയ ഒരു പേപ്പർ കവറുള്ള ഒരു കാട്രിഡ്ജ് ആവശ്യമായിരുന്നു. ഈ കാട്രിഡ്ജ് റൈഫിളിലേക്ക് കയറ്റുന്നതിന് മുൻപ് ഈ പേപ്പർ എന്ത് ചെയ്യണമായിരുന്നു? ഈ പേപ്പർ കവർ കടിച്ചെടുക്കണമായിരുന്നു. അപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരന്നു. എന്താണ്? പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് ഈ ഗ്രീസ് അല്ലെങ്കിൽ ഈ എണ്ണ പുരട്ടിയ പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നു. നമുക്കറിയാം, സ്വാഭാവികമായി പശുവിൻ്റെ മാംസം ഹിന്ദുക്കൾക്കും പന്നിയുടെ മാംസം മുസ്ലിങ്ങൾക്കും എന്തായിരുന്നു? അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെ നിഷിദ്ധമായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ തിരകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഗ്രീസ് ഈ കവർ കടിച്ച് എടുക്കുന്നതിന് അന്നത്തെ സൈനികർ വിസമ്മതിച്ചു. അതുപോലെ തന്നെ ഈ മംഗൾ പാണ്ഡെ അത് ചെയ്യരുതെന്ന് തൻ്റെ സൈനികരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 1857 മാർച്ച് 29 അദ്ദേഹം ബാരക്പൂരിൽ തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം എതിർക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഇദ്ദേഹം ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് ഈ മംഗൾ പാണ്ഡെയെ വധശിക്ഷയ്ക്കൊക്കെ വധിക്കുകയുണ്ടായി. ഈ സംഭവം 1857 കലാപത്തിന് തന്നെ കാരണമായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തെ ശിപായി ലഹള എന്നുകൂടി
അറിയപ്പെടുന്നത്? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മംഗൾ പാണ്ഡെ ആരാണെന്ന് ആദ്യം എഴുതുക. പിന്നെ ഇതിനുണ്ടായ കാരണം, പുതിയ തരം ഒരു തോക്ക് അല്ലേ ബ്രിട്ടീഷ് സൈന്യം നമ്മുടെ ഇന്ത്യൻ സൈനികർക്കിടയിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ തിര നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഗ്രീസ് പുരട്ടിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണെന്നുള്ളൊരു അഭ്യൂഹം പരന്നു. അതുപയോഗിക്കാൻ അന്നത്തെ സൈനികർ തയ്യാറായില്ല. അങ്ങനെ ചെയ്യരുത്, തയ്യാറാകരുതെന്ന് മംഗൾ പാണ്ഡെ അവരെ ഉപദേശിക്കുകയും പിന്നീട് അവരുടെ മേലുദ്യോഗസ്ഥരെയും മംഗൾ പാണ്ഡെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ മംഗൾ പാണ്ഡെയെ പിന്നീട് വധശിക്ഷയ്ക്ക് വരെ വിധിക്കുകയും ഈ സംഭവത്തെ തുടർന്നാണ് 1857 കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് ഇതിനെ ശിപായി ലഹള എന്നുകൂടി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അറിയപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫീൽഡ്സ് ഓഫ് ഖണ്ഡേഷ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ എക്സ്പ്ലെയിൻ? അതും 19ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അതായത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ ഖണ്ഡേഷ് എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു വംശീയ വിഭാഗമാണ് ഭീൽസ് അല്ലെങ്കിൽ ഭീലുകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഗോത്ര വിഭാഗം പോലെയുള്ള ഒരു വിഭാഗമാണ് ഖണ്ഡേഷ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ വടക്കു പടിഞ്ഞാറുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ വംശീയ വിഭാഗമാണ് ഭീൽസ് അല്ലെങ്കിൽ ഭീലുകൾ. പുതിയ ഭരണത്തിൻ കീഴിലുള്ള കാർഷിക ബുദ്ധിമുട്ടുകൾ ഭയന്ന് ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് നൂതനമായ കൃഷി സംവിധാനങ്ങൾ ഇവർക്കിടയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ആശയങ്ങൾ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുകയും അങ്ങനെ പുതിയ ഭരണത്തിൻ കീഴിലുള്ള കാർഷിക ബുദ്ധിമുട്ടുകൾ ഭയന്ന് അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഈ ഭീലുകൾ കലാപം നടത്തി. ഖണ്ഡേഷിലുള്ള ഭീലുകൾ ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. ബ്രിട്ടീഷുകാരുടെ ചില കാർഷിക നയങ്ങൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആയിരുന്നില്ല. ബ്രിട്ടീഷ് സർക്കാർ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇവരെ അടിച്ചമർത്തുകയും ചെയ്തു. അതേസമയം വിവിധ അനുരഞ്ജന നടപടികളിലൂടെ അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഭീൽസിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ ബ്രിട്ടീഷ് നടപടികൾ പരാജയപ്പെട്ടു. ഈ ഭീൽസ് എന്ന് പറയുന്നത് അവരുടെ നയങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ അനുരഞ്ജന നയങ്ങളിലേക്കൊന്നും അവർ വന്നതുമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അവർ കലാപം ആരംഭിച്ചു. അത് പിന്നീട് ഫീൽഡ് രാജ് രൂപീകരിക്കുന്നതിലേക്ക് വരെ വഴി വയ്ക്കുകയുണ്ടായ സംഭവമാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തിനാണ് 1857 എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഖണ്ഡേഷിലെ ഭീലുകൾ യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ അവർ പോരാടിയത്, വിപ്ലവം നടത്തിയത് എന്നുള്ളതാണ്. അവരുടെ കാർഷികപരമായ നയങ്ങൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർ പോരാടുന്നത്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ വടക്കു പടിഞ്ഞാറുള്ള ഖണ്ഡേഷിലെ വംശീയ വിഭാഗമാണ് ഭീൽസ്. ബ്രിട്ടീഷുകാരുടെ പുതിയ ഭരണത്തിന് കീഴിലുള്ള കാർഷിക ബുദ്ധിമുട്ടുകൾ അവർക്ക് അംഗീകരിക്കാവുന്നതായിരുന്നില്ല. അതിനെ പേടിച്ചിട്ടാണ് അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം നടത്തുന്നത്. ധാരാളം നയതന്ത്രങ്ങളിലൂടെ ഭീൽസിനെ ഇവർ അനുരഞ്ജന ശ്രമങ്ങൾക്കൊക്കെ അതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുവെങ്കിലും ആദ്യമൊക്കെ അടിച്ചമർത്തിയെങ്കിലും പിന്നീട് എന്നാൽ ഈ ഭീൽസ് ഇവർ പറയുന്നതൊന്നും അനുസരിച്ചില്ല. അവരുടെ പക്ഷത്തേക്ക് ഭീൽസിനെ കൊണ്ടുവരാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ബ്രിട്ടീഷുകാർക്കോ കഴിഞ്ഞില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അവർ കലാപം തന്നെ ആരംഭിക്കുകയും അത് പിന്നീട് ഫീൽഡ് രാജ് രൂപീകരിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യൻസ് പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്പോൾ മൊത്തം 4 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. മൊത്തം നമ്മൾ 7 ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിൻ്റെ. അപ്പോൾ 14 ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇനി 10 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. 2 വീഡിയോകളിലൂടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിലോ മനസ്സിലാകുന്നുവെങ്കിലോ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതുകൂടി കമൻസുകളിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞുടൻ നമ്മൾ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.